ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആശാ വർക്കർമാരോട് കടുത്ത അനീതിയാണ് സംസ്ഥാന സർക്കാർ കാണിക്കുന്നതെന്ന് സാഹിത്യകാരൻ UK കുമാരൻ പറഞ്ഞു. വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ജില്ലയിലെ യുവ പ്രതിഭകളുടെ സംഗമം കോഴിക്കോട് നടന്നു. മുഹമ്മദ് റഫി മ്യൂസിയത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് മകൻ ഷാഹിദ് റഫി. ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് 9 ലക്ഷം രൂപയുടെ സഹായോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരയാത്ര മെയ് 13, 14, 15 തീയതികളിൽ കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തും. ആശാ വർക്കർമാരോട് കടുത്ത അനീതിയാണ് സംസ്ഥാന സർക്കാർ കാണിക്കുന്നതെന്ന് സാഹിത്യകാരൻ UK കുമാരൻ പറഞ്ഞു. പക്ഷെ മനസാക്ഷിയുള്ള എല്ലാവരെയും ഏറെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമരമാണ് തിരുവനന്തപുരത്ത് കുറെ നാളുകളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കേവലം 233 രൂപയ്ക്ക് ദിവസക്കൂലിക്ക് ഇവിടെ ഒരു വിഭാഗം ജീവനക്കാർ അഹോരാത്രം പണിയെടുക്കുന്നു എന്നുള്ളത് കേരളത്തെ പോലുള്ള സംസ്ഥാനത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ ഭരണകൂടത്തിന് ഇതുവരെയും തിരിച്ചറിയാനോ ഇതിനൊരു പ്രതിവിധി കടത്താനോ സാധിച്ചിട്ടില്ല. അതിന്റെ കാരണങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാം. ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കേവലം ദുർബലമായ രാഷ്ട്രീയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ അവഗണിക്കുന്ന രീതി ഒരു സാംസ്കാരിക ബോധമുള്ള സമൂഹത്തിന് ഭരണകൂടത്തിന് ഒരിക്കലും യോജിച്ചൊന്നതല്ല. KAHWA സമരം വിവിധ ഘട്ടങ്ങളിലായി വളർത്തിയെടുത്തു കൊണ്ടുവരികയാണ്. മെയ് 5-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച രാപ്പകൽ സമരയാത്ര കോഴിക്കോട് ജില്ലയിൽ മെയ് 13, 14, 15 തീയതികളിലാണ് പര്യടനം നടക്കുന്നത്. 13-ന് താമരശ്ശേരി, കൊടുവള്ളി, നരിക്കുനി, മാവൂർ എന്നിവിടങ്ങളിലും 14-ന് ബാലുശ്ശേരി, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം, വടകര എന്നിവിടങ്ങളിലും 15-ന് മേപ്പയൂർ, കൊയിലാണ്ടി, കാട്ടിരപ്പീടിക, ഫറോക്ക്, രാമനാട്ടുകര എന്നിവിടങ്ങളിലും പര്യടനം നടത്തി കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും. KAHWA സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു നയിക്കുന്ന യാത്രയിൽ ജില്ലയിലെ ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക നായകർ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിലായി പങ്കെടുക്കും. നാടക സംഘവും ഗായക സംഘവും കലാപരിപാടികൾ അവതരിപ്പിക്കും. 13-ന് മാവൂരിലും 14-ന് വടകരയിലും 15-ന് കോഴിക്കോട് സിറ്റിയിലും സമരയാത്രാ സംഘാംഗങ്ങൾ തെരുവിലിറങ്ങും. വാർത്താ സമ്മേളനത്തിൽ K അജിത, UK കുമാരൻ, VP സുഹറ, NV ബാലകൃഷ്ണൻ, A സജീന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ജില്ലയിലെ യുവ പ്രതിഭകളുടെ സംഗമം കോഴിക്കോട് നടന്നു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള NJ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി യുവ പ്രതിഭാ സംഗമം നടന്നു. വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 80-ൽ പരം പ്രതിഭകളാണ് പങ്കെടുത്തത്. ജില്ലാ
ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും സ്വയംഭരണ വകുപ്പിന്റെയും SSKയുടെയും സഹകരണത്തോടെയാണ് പരിപാടി നടത്തിയത്. സംഗമം കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ AK അബ്ദുൽ ഹക്കീം അധ്യക്ഷനായി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CP അബ്ദുൽ കരീം, ജില്ലാ അസിസ്റ്റന്റ് എഡിറ്റർ സൗമ്യ ചന്ദ്രൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇന്റേണൽ വിജിലൻസ് ഓഫീസർ T ഷാഹുൽ ഹമീദ്, ഡെപ്യൂട്ടി ഡയറക്ടർ ബൈജു ജോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുഹമ്മദ് റഫി മ്യൂസിയത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് മകൻ ഷാഹിദ് റഫി. മ്യൂസിയത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് റഫിയുടെ ഓർമ്മയ്ക്കായി കോഴിക്കോട്ട് ഒരുങ്ങുന്ന മുഹമ്മദ് റഫി മ്യൂസിയത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത മകൻ ഷാഹിദ് റഫി. മുഹമ്മദ് റഫി ഫൗണ്ടേഷനും കോർപ്പറേഷനും ചേർന്നൊരുക്കുന്ന മുഹമ്മദ് റഫി മ്യൂസിക്കൽ സെന്റർ ആൻഡ് മ്യൂസിയത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ സന്ദർശിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് റഫിയുടെ ഗാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരാധകരും ആസ്വാദകരുമുള്ള നാടാണ് കോഴിക്കോടെന്നും ഷാഹിദ് റഫി പറഞ്ഞു. I have traveled all over the world. I mean, I've seen fans of my father, but the majority, what I've seen in Calicut is amazing. The dedication and the fan following of my father, where I would say the numbers are concerned, I find Calicut the most. റഫി മ്യൂസിയം കമ്മിറ്റി ചെയർമാൻ KV സക്കീർ ഹുസൈൻ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ചു. റഫിയുടെ എല്ലാ പാട്ടുകളും ഫോട്ടോകളും അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളുമെല്ലാം മ്യൂസിയത്തിലുണ്ടാകും. 4 സെന്റ് സ്ഥലത്താണ് മ്യൂസിയവും പൂന്തോട്ടവും ഒരുക്കുന്നത്. 50ഓളം പേർക്ക് ഇരിക്കാവുന്ന ആംഫി തിയേറ്റർ മാതൃകയിലുള്ള സൗകര്യവും പൂന്തോട്ടത്തിലുണ്ടാകും. മ്യൂസിയം ഡിസംബറോടെ പൂർത്തിയാവും. ഇത് ഞങ്ങൾ 6 മാസം കൊണ്ട് തന്നെ ഞങ്ങളിത് പണി തീർക്കുന്ന രൂപത്തിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഫാസ്റ്റായിട്ട് തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മ്യൂസിയമാണ്. മാക്സിമം റഫി സാഹിബിൻ്റെ എല്ലാ സാധനവും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രസന്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ രൂപത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റഫി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി നയൻ J ഷാ, വൈസ് പ്രസിഡന്റ് K സലാം, കൗൺസിലർ SK അബൂബക്കർ, TPM ഹാഷിർ അലി, K സുബൈർ, അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. റഫി മ്യൂസിയം ഫണ്ടിലേക്കുള്ള 1 ലക്ഷം രൂപയുടെ ചെക്ക് മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ശശിധരൻ ഷാഹിദ് റഫിക്ക് കൈമാറി. ഇന്ത്യയിലെ തന്നെ 2ാമത്തെ മുഹമ്മദ് റഫി മ്യൂസിയമാണ് കോഴിക്കോട് ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ഈ AC ഷോപ്പിംഗ് അത്ര ബുദ്ധിമുട്ട് മറ്റൊരു കാര്യത്തിലില്ലാട്ടോ. ടെക്നോളജി ഇങ്ങനെ മാറി മാറി വരുമ്പോ AC വാങ്ങാൻ ഇനിയുള്ള കാലത്ത് എക്സ്പെർട്ടിനെ കൊണ്ടേ നടക്കൂ. നല്ലോണം വില വെച്ചണം, അല്ലെങ്കിൽ സ്റ്റോറി വല്ല പരിചയക്കാരും ഉണ്ടെങ്കിലേ വില കുറച്ച് കിട്ടിയാ കിട്ടി. വിലക്കുറവ് നോക്കി ഓരോ ഷോപ്പിലും കയറി ഇറങ്ങണം. EMI, വാറണ്ടി, ഡിസ്കൗണ്ട് ഇതൊക്കെ ഒപ്പിച്ചു കഴിഞ്ഞാലോ AC ഇൻസ്റ്റാൾ ചെയ്യാൻ പിന്നെയും ദിവസങ്ങളുടെ കാത്തിരിപ്പാ. അതിനല്ലേ മൈജിയുടെ ടേക്ക് ഇറ്റ് AC പോളിസി. ഏറ്റവും പുതിയ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഓട്ടോ ക്ലീൻ ACകൾ ഉപയോഗത്തിനനുസരിച്ച് 40% മുതൽ 120% ടൺ വരെ മാറ്റാൻ സാധിക്കുന്ന കൺവേർട്ടബിൾ ACകൾ, വൈഫൈ കൺട്രോൾ ACകൾ തുടങ്ങി വിവിധ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ കളക്ഷനുകളും ഒപ്പം ഫ്രീ ഇൻസ്റ്റാളേഷനും എല്ലാ ACകൾക്കും 5 വർഷം വരെ അധിക വാറണ്ടിയും മികച്ച എക്സ്പെർട്സിന്റെ സേവനവും. തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് 51% വരെ ഡിസ്കൗണ്ടും എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും. കൂടാതെ ദിവസേന ചെറിയൊരു തുക മാറ്റിവെച്ച് മാസാവസാനം അടയ്ക്കാൻ സാധിക്കുന്ന സൂപ്പർ EMI പ്ലാനുകളും വിവിധ ബാങ്കുകളുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിൽ ലഭ്യമാകുന്ന അനേകം ഫിനാൻസ് ഓപ്ഷനുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇതിലും വലുത് ആര് നൽകിയാലും ലൈഫ് ടൈം സെറ്റിൽമെന്റ്. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
അത്തോളി കൊങ്ങന്നൂർ CVN കളരി സംഘത്തിന്റെ നേതൃത്വത്തിൽ കളരി പരിശീലനം ആരംഭിച്ചു. PK മോഹനൻ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു. പൂത്തറത്തൊഴുത്ത്, വടിപ്പയറ്റ്, മെയ്പയറ്റ് 2-3, പകർച്ചക്കാൽ, മുച്ചാൻ, കടാര, വാൾപ്പയറ്റ്, മറ പിടിച്ച കുന്തം തുടങ്ങിയ അഭ്യാസ പ്രകടനത്തോടെയാണ് കളരി പരിശീലന ക്ലാസ് സജീവമായത്. കൊങ്ങന്നൂർ അബ്ദുറഹ്മാൻ സ്മാരക പുതിയ വായനശാല കെട്ടിടത്തിന് സമീപം പണിത കളരിത്തറയിൽ നടന്ന ചടങ്ങിൽ PK മോഹനൻ ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറ ലഹരിക്കും മൊബൈൽ ഗെയിമിലും അടിമപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെ മറികടക്കാൻ പഴയ കാലത്തെ പോലെ ആയോധന കലാപഠനം നാട്ടിൻപുറങ്ങളിൽ സജീവമാകണം. അതിനുള്ള ശ്രമമാണ് ഇവിടെ നടത്തുന്നതെന്ന് PK മോഹനൻ ഗുരുക്കൾ പറഞ്ഞു. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾ ലഹരിക്കും മൊബൈലിലും അടിമകളായി നിൽക്കുന്ന ഒരു അവസരമാണിത്. അപ്പോൾ പഴയ കാലത്തെ ഒരു സമ്പ്രദായം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഒരു കളരി സ്ഥാപിച്ചതും ആ കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും നല്ല ആരോഗ്യവും ബുദ്ധിശക്തിയും എല്ലാം വളർത്താൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ സ്ഥാപിച്ചത്. സുനിൽ ഗുരുക്കൾ പറമ്പത്ത്, ഗോവിന്ദൻ ഗുരുക്കളുടെ ശിഷ്യന്മാരായ V പ്രശാന്ത് കുമാർ, KV രവീന്ദ്രനാഥ്, E അനിൽകുമാർ, KT ഹരിദാസൻ, KM അനീഷ് എന്നിവർ സംസാരിച്ചു. വെസ്റ്റ് ഹിൽ ചുങ്കം പൂഴിയിൽ റോഡ് CVN കളരി സുധീർ കുമാർ ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥികളായ V വൈഷ്ണവ്, SP വൈഷ്ണവ്, K ഹൃഷികേഷ്, ധ്യാൻ വിനായക്, അലി ഹസൻ, അപർണ ജിതേഷ്, ഇനിക ബാലചന്ദ്രൻ, TP വൈഭവ്, V അനുരാഗ് എന്നിവരായിരുന്നു കളരി അഭ്യാസ പ്രകടനം നടത്തിയത്. ഗുരുക്കന്മാരായ മോഹനന്റെയും സുധീറിന്റെയും ഉറുമിപ്പയറ്റ് പ്രകടനത്തോടെ ചടങ്ങ് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, അത്തോളി. ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് 9 ലക്ഷം രൂപയുടെ സഹായോപകരണങ്ങൾ കൈമാറിയത്. എന്റെ കേരള പ്രദർശന വിപണന മേളയിൽ ഭിന്നശേഷിക്കാർക്ക് വിവിധ സഹായ ഉപകരണങ്ങളും ആനുകൂല്യങ്ങളും വിതരണം ചെയ്തു. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് 9 ലക്ഷം രൂപയുടെ സഹായോപകരണങ്ങൾ കൈമാറിയത്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ഭിന്നശേഷിക്കാർക്കുള്ള ഉപകരണങ്ങളാണ് നൽകിയത്. 32 പേർക്ക് ശ്രവണ സഹായി, 22 പേർക്ക് സഹായ ഉപകരണം, തീവ്ര ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് കൈമാറിയത്. നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്. എന്ത് കാരണമെന്നും നമുക്ക് ഇതുവരെയും പലതും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം നമുക്ക് സാധാരണ നിലയിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇതൊക്കെ ആണെങ്കിലും നമുക്ക് നിങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി ഒരിക്കലും കഴിയില്ല. ജീവിക്കണം. നമുക്കിങ്ങനെ ആയിപ്പോയി ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ച് മരിക്കാൻ കഴിയില്ലല്ലോ. പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കണം. കാരണം ഇവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും വലിയ ദൗത്യം നമുക്ക് നിർവഹിക്കാൻ വേണ്ടി സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇത്തരം സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഓരോരുത്തർക്കും ആവശ്യമായ ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് അവരെ പരമാവധി സഹായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. അതാണ് ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ചെയർപേഴ്സൺ MV ജയഡാളി അധ്യക്ഷയായി. CRC ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജിലി, ജില്ലാ സാമൂഹികനീതി ഓഫീസർ അഞ്ജു മോഹൻ, സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ MD K മൊയ്തീൻ കുട്ടി, ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് അംഗം ഗിരീഷ് കീർത്തി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബാലുശ്ശേരിയിൽ 1 മാസക്കാലം നീണ്ടുനിന്ന സമ്മർ സ്പോർട്സ് ക്യാമ്പ് ഒളിമ്പിയ 2025 സമാപിച്ചു. ബാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് സമാപന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരി BRCയുടെ ആഭിമുഖ്യത്തിൽ GVHSS ബാലുശ്ശേരിയിൽ സംഘടിപ്പിച്ച 1 മാസക്കാലം നീണ്ടുനിന്ന സമ്മർ സ്പോർട്സ് ക്യാമ്പ് ഒളിമ്പിയ 2025 സമാപിച്ചു. പരിപാടിയിൽ CRCC അബ്ദുൽ ഹക്കീം അധ്യക്ഷത വഹിച്ചു. ബാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് സമാപന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. BPC ഷീബ ടീച്ചറുടെ നേതൃത്വത്തിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പരിശീലകരായ സ്റ്റാലിൻ, ബെഡ്സൺ, രാജൻ, ജെയ്നി, ബബിത എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി.
CRCC-മാരായ ബിജിന, നൈസി എന്നിവർ ആശംസയും ട്രെയിനർ സച്ചിൻ മാത്യു സി നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിന്റെയും കിച്ചൺ അപ്ലയൻസസിന്റെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളക്ഷനുമായി നടക്കാവിൽ മൈജി ഫ്യൂച്ചർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ പർച്ചേസുകൾക്കും മികച്ച ഓഫറുകളും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവും എന്ന നിങ്ങളുടെ ആഗ്രഹം ഇനി നടക്കാവിൽ നടക്കും. നടക്കാവിൽ ഒരു പുതിയ മൈജി സ്റ്റോർ വന്നിരിക്കുകയാണ്. മൈജിയുടെ വിജയങ്ങളുടെ യാത്ര തുടരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നടക്കാവ് മൈജി ഫ്യൂച്ചറിലെത്തൂ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പ്രോഡക്ട്സ് സ്വന്തമാക്കൂ. നടക്കാവിൽ ഇനി എല്ലാം നടക്കും. മൈജി ഫ്യൂച്ചർ നടക്കാവിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സമ്പോധ് ഫൗണ്ടേഷൻ കേരള ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി നയിക്കുന്ന കടലുണ്ടി ഗീതാജ്ഞാന യജ്ഞം 13 മുതൽ 17 വരെ നടക്കും. ശ്രീനാരായണ ഫാർമസി MD ഡോക്ടർ CR മഹിപാൽ ഉദ്ഘാടനം ചെയ്യും. അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികൾ, ചൈനയിലെ യൂണിവേഴ്സിറ്റി, ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി, പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഭഗവത്ഗീത അക്കാദമിക് തലത്തിൽ പഠന ഗ്രന്ഥമായി വന്നിരിക്കുകയാണ്. ചൈനീസ് ഭാഷയിൽ പോലും ഈ ഒരു ഗ്രന്ഥം അച്ചടിച്ചിരിക്കുന്നു. സമ്പോധ് ഫൗണ്ടേഷൻ കേരള ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി നയിക്കുന്ന കടലുണ്ടി ഗീതാജ്ഞാന യജ്ഞം 13 മുതൽ 17 വരെ വട്ടപ്പറമ്പ് പഴഞ്ചണ്ണൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നടക്കും. സമ്പോധ് ഫൗണ്ടേഷനും ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗയും ചേർന്ന് നടത്തുന്ന പരിപാടി 13 വൈകിട്ട് കോഴിക്കോട് ശ്രീനാരായണ ഫാർമസി MD ഡോക്ടർ CR മഹിപാൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് യോഗാചാര്യൻ M സുരേന്ദ്രനാഥ്, സംഘാടക സമിതി ചെയർമാൻ അണ്ടിപ്പറ്റ് ബാലകൃഷ്ണൻ, VK ശശിഭൂഷൺ എന്നിവർ പറഞ്ഞു. ഭഗവത്ഗീത 12-ാം അധ്യായം ഭക്തിയോഗത്തെ അടിസ്ഥാനമാക്കി വൈകിട്ട് 6:30 മുതൽ 8 വരെ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി ക്ലാസ് എടുക്കും. 14 മുതൽ 17 വരെ രാവിലെ 7 മുതൽ 8 വരെ ജനനി നവരത്ന മഞ്ജരിയെക്കുറിച്ച് തൃശൂർ സമ്പോധ് സാധക് സ്വാമി പ്രണവാനന്ദ സരസ്വതി ക്ലാസ് എടുക്കും. 14 മുതൽ 16 വരെ രാവിലെ 9 മുതൽ പൂന്തേനരുവി കുട്ടികളുടെ ക്യാമ്പും നടത്തുന്നുണ്ട്. കുട്ടികളെയും മുതിർന്നവരെയും നന്മയുടെ പാതയിലേക്ക് നയിക്കുക എന്നതാണ് യജ്ഞത്തിന്റെ ഉദ്ദേശ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ധീരജവാൻ ആദർശിന്റെ ഓർമ്മ ദിവസം മിറാക്കിൾ ഷെൽട്ടർ ഹോം അന്തേവാസികളോടൊപ്പം കഴിഞ്ഞ് കുടുംബാംഗങ്ങൾ. കഴിഞ്ഞ വർഷം ഷിംലയിൽ വെച്ച് നടന്ന അപകടത്തിലാണ് ആദർശ് മരണമടഞ്ഞത്. ധീരജവാൻ ആദർശിന്റെ ഓർമ്മ ദിവസം കോഹിനൂർ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമുള്ള മിറാക്കിൾ ഷെൽട്ടർ ഹോം അന്തേവാസികളോടൊപ്പം കുടുംബാംഗങ്ങൾ. കഴിഞ്ഞ വർഷം ഷിംലയിൽ വെച്ച് വാദാമന്ദിർ റൂട്ടിൽ കരസേനയുടെ വാഹനം മൂവ് ചെയ്യുമ്പോൾ വാഹനത്തിന് മുകളിലേക്ക് പാറക്കല്ല് തെറിച്ചു വീണതിനെ തുടർന്നായിരുന്നു ആദർശിന്റെ വിയോഗം. നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു ആദർശ്. സ്വന്തം രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മകനെയോർത്ത് അഭിമാനിക്കുന്നുവെന്ന് ആദർശിന്റെ അച്ഛൻ ജയൻ പറഞ്ഞു. മിറാക്കിൾ ഷെൽട്ടർ ഹോമിലെ അന്തേവാസികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകിയും അവരോടൊപ്പം ആദർശിന്റെ ഓർമ്മയിൽ ഒത്തിരി നേരം സംവദിച്ചും പ്രാർത്ഥനയോടെയാണ് അവർ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പള്ളിയിൽ കുഞ്ഞിരാമൻ കിടാവിന്റെയും മകൻ സി ഹരിയുടെയും അനുസ്മരണവും സ്മരണ പുസ്തക പ്രകാശനവും മെയ് 14 കോഴിക്കോട് നടക്കും. രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പറഞ്ഞു.
അദ്ദേഹത്തിന്റെ ചെറുപ്പത്തില് സാധാരണ വിദ്യാഭ്യാസത്തിന് ശേഷം കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാഭ്യാസം നടക്കുന്ന സമയത്താണ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്തേക്ക് വിദ്യാഭ്യാസം അവസാനിപ്പിച്ചുകൊണ്ട് പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സാധാരണക്കാരനോടൊപ്പം ജീവിച്ച വ്യക്തിയായിരുന്നു വീരാങ്കടാവ്. അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ഏകദേശം 1000 ഏക്കർ സ്ഥലവും ഒരു ആലയും സമ്മാനമായി ലഭിച്ചു എന്നാണ് അറിയുന്നത്. അത് മുഴുവൻ പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയും മദ്രാസ് കേരള നിയമസഭയിലെ മുൻ അംഗവും പ്രമുഖ സഹകാരിയും കർഷക നേതാവും മനുഷ്യസ്നേഹിയുമായിരുന്ന പള്ളിയിൽ കുഞ്ഞിരാമൻ കിടാവിന്റെ ചരിത്രം വരും തലമുറയും പഠിക്കേണ്ടതുണ്ട്. അതിന് ഉതകുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ 40ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സാദരം എന്ന പേരിൽ ഒരു സ്മരണിക പ്രകാശനം ചെയ്യുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ മകൻ മാധ്യമപ്രവർത്തകനും സോഷ്യലിസ്റ്റും സാമൂഹിക പ്രവർത്തകനുമായ സി ഹരിയുടെ സ്മരണ ദിനത്തിൽ 1ാം ചരമവാർഷിക ആചരണവും ഹരി എന്റെ ഹൃദയബന്ധു എന്ന പുസ്തക പ്രകാശനവും നടത്തുകയാണ്. മെയ് 14-ന് ബുധനാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പാലയാട്ട് ശ്രീധരൻ, N നാരായണൻ കിടാവ്, TV മുരളി, C പ്രേമൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശാ വർക്കർമാരോട് കടുത്ത അനീതിയാണ് സംസ്ഥാന സർക്കാർ കാണിക്കുന്നതെന്ന് സാഹിത്യകാരൻ UK കുമാരൻ പറഞ്ഞു. വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച ജില്ലയിലെ യുവ പ്രതിഭകളുടെ സംഗമം കോഴിക്കോട് നടന്നു. മുഹമ്മദ് റഫി മ്യൂസിയത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് മകൻ ഷാഹിദ് റഫി. ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനാണ് 9 ലക്ഷം രൂപയുടെ സഹായോപകരണങ്ങൾ വിതരണം ചെയ്തത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.